അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ ബാക്ക് എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കതിൽ നിന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ബാക്കി വരുന്ന നമ്മൾ ഫ്രെയിമിൽ വെച്ചിട്ട് ബാക്കി വരുന്ന ആ ക്ലോത്തിനെ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല ലെങ്ത്തിൽ ഒരു ത്രെഡ് നമുക്ക് എടുക്കാം. ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ വിട്ട് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്ന പോലത്തെ സ്റ്റിച്ചാണ്. നമ്മൾ ഈ വെഡ്ഡിങ് ഹൂപ്പിലൊക്കെ നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കേർട്ടിനൊക്കെ പ്ലീറ്റ് എടുക്കുമല്ലോ. സോ ആ ഒരു സ്റ്റിച്ചാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹൂപ്പിൻ്റെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ ഒരു എൻഡ് കുറച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ആ എൻഡും നമ്മുടെ ഈ ലാസ്റ്റിലത്തെ ത്രെഡും നമ്മൾ തയ്ച്ച് വരുന്ന ആ ത്രെഡും കൂടെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഒരു 2-3 വട്ടം കെട്ടിട്ട് നമുക്കൊന്ന് സെക്യൂർ ചെയ്യാം. കെട്ടിട്ടതിന് ശേഷം നമുക്ക് ആ ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ബാക്ക് നമുക്ക് വീണ്ടും കവർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പാറ്റേൺ പേപ്പറാണ് എടുക്കുന്നത്. പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പേപ്പറാണ്. ഇതെല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹൂപ്പ് അതിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ബോർഡറിനോട് ചേർത്ത് നമുക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു സ്ക്രൂ വരുന്ന പോർഷനിൽ നമുക്കിത് ഹൂപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ കൈവച്ച് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ സർഫസിലൂടെ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇതിൻ്റെ ബാക്ക് കവർ ചെയ്യാൻ വേണ്ടി. നമ്മൾ എംബ്രോയ്ഡറി ചെയ്തതിന് ശേഷം ഹൂപ്പിൽ നിന്ന് തുണി മാറ്റി പിന്നെ വേറെ തുണി അടിയിലൊക്കെ വെച്ച് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നൊരു മെത്തേഡാണ്. ഞാൻ എൻ്റെ എല്ലാ ഹൂപ്പും ബാക്ക് കവർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്. അതാണ് പിന്നെ ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. സോ ഇനി നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒട്ടിയിരിക്കും, അതങ്ങനെ ഇളകി പോരത്തൊന്നുമില്ല. അത് നമുക്കിതിലേക്ക് നന്നായിട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഹൂപ്പിൻ്റെ ബാക്കിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലായിടത്തും ഒട്ടുന്നത് വരെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്ക് അത് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് കവറിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.